വീണ്ടും റഷ്യ യുക്രൈൻ യുദ്ധം ശക്തമാവുകയാണോ? യുക്രൈനെ തകർക്കാൻ അതിർത്തിയിൽ മിസൈൽ യൂണിറ്റുകൾ അവിടെ വിന്യസിപ്പിച്ചുകൊണ്ട് റഷ്യക്ക് തുറന്ന സൈനിക പിന്തുണയുമായി ഉത്തര കൊറിയ രംഗത്ത്. യുക്രൈൻ അതിർത്തിയിൽ മിസൈൽ യൂണിറ്റുകൾ ഉണ്ടായിരിക്കുകയാണ്. യുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നതായിട്ടാണ് വിലയിരുത്തുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം പുതുതായും അതീവ അപകടകരമായ ഘട്ടത്തിലേക്ക് കടക്കുന്നതായാണ് സൂചന. റഷ്യൻ മണ്ണിൽ ഉത്തര കൊറിയയുടെ പ്രത്യേക മിസൈൽ യൂണിറ്റുകൾ വിന്യസിച്ചെന്ന നിർണായക വെളിപ്പെടുത്തലാണ് ഇപ്പോൾ യുക്രൈൻ ഇവിടെ അതായത് സൈനിക രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ട വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇതോടുകൂടി തന്നെ ആയുധ വിതരണം മാത്രമല്ല, നേരിട്ടുള്ള സൈനിക സഹകരണത്തിലേക്കുമാണ് മോസ്കോയും ഇവിടെ നീങ്ങുന്നതെന്ന ആശങ്കയാണ് ഇവിടെ വളരെയധികം ശക്തമായി തന്നെ ഉയരുന്നത്. മാത്രമല്ല, പുറത്തു വന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം പടിഞ്ഞാറൻ റഷ്യയിലെ വെറനേഷ് മേഖലയിലാകട്ടെ റഷ്യയുടെ 112ാമത് മിസൈൽ ബ്രിഗേഡിനൊപ്പമാണ് ഉത്തര കൊറിയൻ പ്രത്യേക മിസൈൽ യൂണിറ്റിനെ വിന്യസിപ്പിക്കുന്നത്. ഏകദേശം 90 ഉത്തര കൊറിയൻ സൈനിക ഉദ്യോഗസ്ഥരും 6 മൊബൈൽ ലോഞ്ചറുകളും 120 ബാലിസ്റ്റിക് മിസൈലുകളും ഈ യൂണിറ്റിന്റെ ഭാഗമാണ് എന്നതാണ് യുക്രൈൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിലയിരുത്തൽ. ഇതിനോടകം തന്നെ 40 പുതിയ KN-23, KN-24 ബാലിസ്റ്റിക് മിസൈലുകൾ ഉത്തര കൊറിയ റഷ്യക്ക് കൈമാറിയതായും ഇവിടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2024 ഒപ്പുവെച്ച പ്രതിരോധ സഹകരണ കരാറിന് ശേഷമാണ് റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള സൈനിക ബന്ധം കൂടുതൽ ശക്തമായതും. ദശലക്ഷക്കണക്കിന് ആർട്ടിലറി ഷെല്ലുകളും സൈനിക ഉപകരണങ്ങളും ഇതിനോടകം തന്നെ റഷ്യക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് വിവരം. ഇപ്പോൾ മിസൈൽ യൂണിറ്റുകൾ നേരിട്ട് റഷ്യൻ സൈനിക സംവിധാനത്തിന്റെ ഭാഗമാകുന്നതിലൂടെ തന്നെ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറിമറിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് വിലയിരുത്തൽ. യുക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിലെ പരമാവധി ആ ഒരു പരിമിതികൾ അതെല്ലാം മുതലെടുത്തുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ശൈത്യകാലത്ത് രാജ്യത്തെ വൈദ്യുത നിലയങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, നിർണായക കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് വ്യാപകമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾക്ക് റഷ്യ തയ്യാറെടുക്കുകയാണ് എന്ന ആശങ്ക പോലും ഉയർന്നു കേൾക്കുന്നുണ്ട്. അമേരിക്കൻ നിർമ്മിത പെട്രിയറ്റ് മിസൈലുകളാകട്ടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ് ഇത്തരം ആക്രമണങ്ങളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കാൻ കഴിയുമെന്നതായിരുന്നു യുക്രൈൻ വ്യക്തമാക്കിയിരുന്നത്. ഉത്തര കൊറിയയുടെ KN-23, KN-24 മിസൈലുകൾ റഷ്യയുടെ ഈ മിസൈലുകളെക്കാൾ തന്നെ കൂടുതൽ ദൂരപരിധി ഉള്ളവയാണ് എങ്കിൽ പോലും കൃത്യത കുറവാണ് എന്നതാണ് സൈനിക വിലയിരുത്തൽ. അതിനാൽ തന്നെ സൈനിക കേന്ദ്രങ്ങൾക്കൊപ്പം തന്നെ സാധാരണ ജനവാസ മേഖലകളും വലിയ നാശനഷ്ടങ്ങൾക്ക് ഇരയാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ യുക്രൈനിലെ ചില ഗ്രാമങ്ങളിൽ നടന്ന ഉത്തര കൊറിയൻ മിസൈൽ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 5 പേർ കൊല്ലപ്പെടുത്ത സംഭവം ഇതിന് ഉദാഹരണമായി തന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം റഷ്യൻ സൈന്യത്തെ സഹായിക്കാൻ 30,000 ഉത്തര കൊറിയൻ സൈനികരെ കൂടി വിന്യസിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് എന്നതാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ആരോപിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടുകൾ അവിടെ ശരി വന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം 2 രാജ്യങ്ങളിൽ തമ്മിലുള്ള പോരാട്ടം എന്നതിൽ നിന്ന് നിരവധി രാജ്യങ്ങൾ നേരിട്ട് പങ്കാളികളാകുന്ന വലിയ സൈനിക സംഘർഷമായി തന്നെ മാറാനുള്ള സാധ്യതയും അന്താരാഷ്ട്ര സമൂഹത്തെ ആശങ്കപ്പെടുത്തുകയാണ്. യുക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിലെ പോരായ്മകൾ മുതലെടുക്കാനാണ് റഷ്യ ഈ നീക്കത്തിലൂടെ തന്നെ ലക്ഷ്യമിടുന്നത്. ബാലിസ്റ്റിക് മിസൈലുകളെ വെടിവെച്ചിടുക എന്നത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം തന്നെ നിലവിലെ വലിയ വെല്ലുവിളിയായി തന്നെ മാറുന്നുണ്ട്. വരാനിരിക്കുന്ന ശൈത്യകാലത്ത് രാജ്യത്തെ ഊർജ്ജ നിലയങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ റഷ്യ കനത്ത ആക്രമണങ്ങൾ അഴിച്ചുവിടാമെന്ന ആശങ്ക പോലും യുക്രൈൻ ഇവിടെ ഉയർത്തുന്നുണ്ട്. അമേരിക്കൻ നിർമ്മിത സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മാത്രമായിരിക്കും ഇത്തരം മിസൈലുകളെ ഫലപ്രദമായി ഇവിടെ പ്രതിരോധിക്കാൻ സാധിക്കുക എന്ന ഒരു രീതിയിലുള്ള വിലയിരുത്തൽ അടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.